ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ചാപ്റ്ററാണ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലിക അവകാശങ്ങൾ. ദ ലിസ്റ്റ് ഓഫ് സിവിൽ റൈറ്റ്സ് വിച്ച് ആർ ടു ബി സ്പെഷ്യലി protected are called fundamental rights. Rights are certain socio-political benefit available to individuals as citizens of a nation and as members of society. പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട പൗരാവകാശങ്ങളുടെ പട്ടികയെ മൗലികാവകാശങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരു രാഷ്ട്രത്തിലെ പൗരൻ എന്ന നിലയ്ക്കും സമൂഹത്തിലെ അംഗം എന്ന നിലയ്ക്കും വ്യക്തികൾക്ക് ലഭ്യമായ ചില സാമൂഹിക രാഷ്ട്രീയ ആനുകൂല്യങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിളായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ മീനിങ് പറയുമ്പോൾ എങ്ങനെ പറയാം? അതായത് ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളെ മൗലിക അവകാശങ്ങൾ എന്ന് പറയാം. ഇനി നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കണം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഷുർ ദ ഫുള്ളസ്റ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ് ഓഫ് എവറി സിറ്റിസൺ. They include those basic freedom and conditions which alone can make life worth living. Fundamental rights generate a feeling of society amongst the minority in the country. They establish the framework of democratic democracy. മൗലിക അവകാശങ്ങൾ ഓരോ പൗരൻ്റെയും ശാരീരികവും മാനസികവും ധാർമ്മികവുമായ സമ്പൂർണ്ണ വികസനം ഉറപ്പാക്കുന്നു. അവരുടെ ജീവിതത്തെ മൂല്യവത്തായതാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളും വ്യവസ്ഥകളും ഉൾപ്പെടുന്നതാണ് നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മൗലികാവകാശങ്ങൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സുരക്ഷിതത്വ ബോധം സൃഷ്ടിക്കുന്നുണ്ട്. ഭൂരിപക്ഷത്തിൻ്റെ ഭരണത്തിന് ജനാധിപത്യത്തിൻ്റെ ഒരു ചട്ടക്കൂട് അവർ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ 6 തരാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇതാണ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് റൈറ്റ് ടു ഇക്വാലിറ്റി നോക്കാം. സമത്വത്തിനുള്ള അവകാശം. Right to equality means that all citizens enjoy equal privileges and opportunities. It protects the citizen against any discrimination by the state on the basis of religion, caste, race, sex or place of birth. അപ്പോൾ എന്താണ് പറയുന്നത്? അതായത് സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പൗരന്മാർക്കും തുല്യ പദവിയും അവസരങ്ങളൊക്കെ അനുവദിക്കുന്നതിനെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. സമത്വത്തിനുള്ള അവകാശം അഥവാ തുല്യതയ്ക്കുള്ള അവകാശം. ജാതി, വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഭരണകൂടം നടത്തുന്ന വിവേചനങ്ങളിൽ നിന്ന് ഇത് പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. സമത്വത്തിനുള്ള അവകാശങ്ങളെ 5 തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇക്വാലിറ്റി ബിഫോർ ലോ. സെക്കൻഡ് വൺ, നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓഫ് എനി ഓഫ് ദം. തേർഡ്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. ഫോർത്ത്, എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഫിഫ്ത്ത്, എബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അപ്പോൾ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമത്തിന് മുൻപുള്ള സമത്വമാണ്. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡെനി ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. Equality before law means that no person is above law and all are equal before law. Every individual has equal access to the courts. Equal protection of laws means that if 2 persons belonging to 2 different countries commit the same crime, both of them will get the same punishment. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? അതായത് ഭരണഘടന അനുസരിച്ചിട്ട് ഇന്ത്യയുടെ അതിർത്തികളിൽ നിയമത്തിന് മുമ്പിലുള്ള തുല്യതയോ നിയമങ്ങളുടെ തുല്യ പരിരക്ഷയോ ഭരണകൂടം ഒരു വ്യക്തിക്ക് നിഷേധിക്കരുത് എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. No discrimination on ground of religion, race, caste, sex, place of birth of any of them. No citizen shall be denied access to shop,
restaurants and places of public entertainment, road, etc. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം അല്ലെങ്കിൽ അവയിൽ ഏതെങ്കിലും അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ഇക്വാലിറ്റി ഏതായിരുന്നു? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്, അതായത് പൊതുതൊഴിലിൻ്റെ കാര്യങ്ങളിൽ അവസരങ്ങളുടെ തുല്യത. അപ്പോൾ അത് നമുക്ക് നോക്കാം. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് equality of opportunity in matters relating to employment or appointment to public services to all citizens. There shall be no discrimination on the basis of religion, race, caste, sex, place of birth or residence in matters relating to employment in public services. അപ്പോൾ എന്താണ് പറയുന്നത്? എല്ലാ പൗരന്മാർക്കും പൊതുസേവനങ്ങളിലേക്കുള്ള തൊഴിൽ അല്ലെങ്കിൽ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവസരങ്ങളുടെ തുല്യത നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. എല്ലാവർക്കും തുല്യത നൽകണം എന്നാണ് പറയുന്നത്. ഒന്നിൻ്റെ പേരിലും വേർതിരിവ് ഉണ്ടാവരുതെന്നാണ് പറയുന്നത്. അതായത് ജാതിയുടെയോ മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഒന്നിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള വേർതിരിവും ഉണ്ടാവരുതെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് നാലാമത്തത് എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ abolishes untouchability and its practice in any form is forbidden. Action in the box are considered as offences when committed on the ground of untouchability. അപ്പോൾ എന്താണ് പറയുന്നത്? അതായത് ഭരണഘടന തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നുണ്ട്, അത് ഏത് രൂപത്തിൽ അനുഷ്ഠിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ്. ഫിഫ്ത്ത് എബോളിഷൻ ഓഫ് ടൈറ്റിൽസ് നോക്കാം. ഓൾ ടൈറ്റിൽസ് നാഷണൽ ഓർ ഫോറിൻ വിച്ച് ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ ഡിസ്റ്റിങ്ഷൻ ഇൻ സോഷ്യൽ സ്റ്റാറ്റസ് എമംഗ്സ് ദ പീപ്പിൾ ഹാവ് ബീൻ എബോളിഷ്ഡ്. എന്താണ് പറയുന്നത്? അതായത് ജനങ്ങൾക്കിടയിൽ സാമൂഹ്യ പദവിയിൽ കൃത്രിമ വേർതിരിവ് സൃഷ്ടിക്കുന്ന എല്ലാ ദേശീയവും അല്ലെങ്കിൽ വിദേശ പദവികളൊക്കെ നിർത്തലാക്കിയിട്ടുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ 5 types ഓഫ് ഇക്വാലിറ്റീസ്. ഇനി നമുക്ക് റൈറ്റ് ടു ഫ്രീഡം, അതിൻ്റെ ആ ഒരു പോർഷനിലേക്ക് കടക്കാം. റൈറ്റ് ടു ഫ്രീഡമാണ്. എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമ്മുടെ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് വിശേഷിപ്പിക്കുന്ന 6 സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. സംഭാഷണ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സമ്മേളന സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് അസംബ്ലി. സംഘടനാ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് അസോസിയേഷൻ. സഞ്ചാര സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. പാർപ്പിട സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് റെസിഡൻസ്. തൊഴിൽ, വ്യാപാര, വാണിജ്യ, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് പ്രൊഫഷൻ, ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ മൗലികാവകാശമായ റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനാണ്, അതായത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. Article 23 and 24 of the Constitution deal with the right against exploitation. Exploitation means using others to achieve one's own ends. Article 23 of the Constitution criminalizes the use of women and girls for immoral activities. Similarly, this section prohibits slave labor and other forced labor. Section 24 prohibits the employment of children below 40 years of age in any factory or mine in any other hazardous work. അപ്പോൾ എന്താണ് പറയുന്നത്? ഭരണഘടനയിലെ 23ഉം 24ഉം വകുപ്പുകൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ പറ്റിയാണ് പറയുന്നത്. ചൂഷണം എന്നാൽ ഒരാളുടെ സ്വന്തം ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തുക എന്നാണ് അർത്ഥം. ഭരണഘടനയിലെ 23ആം വകുപ്പ് അസാന്മാർഗിക പ്രവർത്തനങ്ങൾക്ക് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഉപയോഗിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ വകുപ്പ് അനുസരിച്ച് അടിമപ്പണിയെയും മറ്റും നിർബന്ധിത തൊഴിലുകളെയും നിരോധിക്കുന്നുണ്ട്. 24ആം വകുപ്പ് ഏതെങ്കിലും ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഖനിയിൽ അല്ലെങ്കിൽ അപകടകരമായ മറ്റേതെങ്കിലും മേഖലകളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുന്നത് നിരോധിക്കുന്നുണ്ട്. ഇതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ പറയാനുള്ളത്. നമ്മളിപ്പോൾ 3 മൗലികാവകാശങ്ങളെ പറ്റിയിട്ട് വിശദീകരിച്ചു. ഇനി നാലാമത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ.
Fundamental to India's secular character is the right to freedom of religion, in which the state provides equal protection to all in matters of religion. The Constitution allows for free religious activity within the framework of sectarianism. Due to the law, the state can also regulate the freedom of religion, keeping social welfare in mind. No one should be induced to pay taxes for the practice of a particular region. Article 28 of the Constitution prohibits religious instruction in educational institutions. The state opposes religious teaching in the educational institution. എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ മതനിരപേക്ഷ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതകാര്യങ്ങളിൽ രാഷ്ട്രം എല്ലാവർക്കും തുല്യ രീതിയിൽ സംരക്ഷണം നൽകുന്നുണ്ട്. മതനിരപേക്ഷതയുടെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടുള്ള സ്വതന്ത്രമായ മതപ്രവർത്തനം ഭരണഘടന അനുവദിക്കുന്നുണ്ട്. സാമൂഹ്യക്ഷേമം മുൻനിർത്തി മതസ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാനും നിയമം മൂലം രാഷ്ട്രത്തിന് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചൊരു മതത്തിൻ്റെ നടത്തിപ്പിനോ അഭിവൃദ്ധിക്കോ വേണ്ടി നികുതി നൽകാൻ ആരെയും പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധവൽക്കരണങ്ങൾ നൽകുന്നത് ഭരണഘടനയിലെ 28-ാം വകുപ്പ് നിരോധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധങ്ങൾ നടത്തുന്നതിന് രാഷ്ട്രം എതിർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് 4ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് 5ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശത്തെ പറ്റിയിട്ട് വിശദീകരിക്കാം. India is a vast country with a diversity of culture, script and languages. People take pride in their own languages and culture. Our constitution provides necessary guarantees to preserve, maintain and promote their culture and language. The constitution allows minority to establish and maintain educational institution of their own. അതെന്താണ് പറയുന്നത്? അതായത് സംസ്കാരത്തിൻ്റെയും ലിപിയുടെയും ഭാഷയുടെയും വൈവിധ്യങ്ങളുള്ള വിശാലമായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആളുകൾ സ്വന്തം ഭാഷയിലും സംസ്കാരത്തിലും വളരെയധികം അഭിമാനിക്കുന്നുണ്ട്. അവ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആവശ്യമായ ഉറപ്പ് നൽകുന്നുണ്ട്. ഈ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുന്നതിന് സംസ്ഥാനം സഹായം നൽകുമെന്ന് ഉറപ്പാക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ സംയോജിത സംസ്കാരം സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സംസ്ഥാനത്തിൻ്റെ മുന്നിലുള്ള ആദർശം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഇത് നമുക്ക് പറയാനുള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റുള്ള റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. Part 3 of our Constitution provides for legal remedies for the protection of this right against their violation by the state or other institution, individuals. It entitles the citizen of India to move the Supreme Court or High Court for the enforcement of these rights. The state is forbidden from making any law that may be in conflict with the fundamental rights. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ ഭരണഘടനയുടെ 3-ാം ഭാഗം ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയമപരമായ പരിഹാരങ്ങൾ നൽകുന്നു. ഭരണകൂടമോ മറ്റ് സ്ഥാപനങ്ങളോ വ്യക്തികളോ അവരുടെ ലംഘനത്തിനെതിരെ ഇത് പൗരന്മാർക്ക് അവകാശം നൽകുന്നുണ്ട്. ഈ അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് ഇന്ത്യ സുപ്രീം കോടതിയെയോ ഹൈക്കോടതികളെയോ സമീപിക്കും. മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായേക്കാവുന്ന ഒരു നിയമവും നിർമ്മിക്കുന്നതിൽ നിന്ന് സംസ്ഥാനത്തിന് വിലക്കുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൽ പഠിക്കാനുള്ളത്. ഈ ഭാഗത്ത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ പഠിക്കാനുണ്ട്. വാട്ട് ഈസ് റിട്ട്, വിച്ച് ആർ ദേ? റിട്ട് എന്ന് പറഞ്ഞാൽ കോടതി ഉത്തരവുകൾ. എന്താണ് കോടതി ഉത്തരവുകളെന്നും അവ ഏതൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ നമുക്ക് സമീപിക്കാവുന്നതാണ്. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ നടത്തിപ്പിന് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതും സംസ്ഥാന സർക്കാരുകൾക്ക് മാർഗനിർദ്ദേശം നൽകാവുന്നതുമാണ്.
ഇതിനു വേണ്ടിയിട്ട് റിട്ടുകൾ എന്നറിയപ്പെടുന്ന കോടതി ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. റിട്ട് എന്ന് പറഞ്ഞാൽ കോടതി ഉത്തരവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, ഏതെങ്കിലും തരത്തിൽ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. 5 തരത്തിൽ റിട്ടുകളുണ്ട്. ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറൻറ്റോ, സെർഷിയോറ്റി. ഇങ്ങനെ 5 എണ്ണാണുള്ളത്. ഹെബിയസ് കോർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ശരീരം ഹാജരാക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന കോടതി ഉത്തരവാണ് ഹെബിയസ് കോർപ്പസ്. അതായത് ഒരു കേസിൽപ്പെട്ട് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹെബിയസ് കോർപ്പസ്. ഇനി മാൻഡാമസ് നോക്കാം നമുക്ക്. കൽപ്പന എന്നാണ് മാൻഡമസിൻ്റെ അർത്ഥം. അതായത് തൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യം നടത്താൻ അതിന് നിയമപരമായിട്ട് ബാധ്യസ്ഥനായ സർക്കാർ ഉദ്യോഗസ്ഥനോ സ്ഥാപനമോ തയ്യാറാവുന്നില്ലെങ്കിൽ അതുവഴി സ്വകാര്യ അവകാശങ്ങൾ തടയപ്പെട്ടുവെങ്കിൽ അക്കാര്യം ബോധ്യപ്പെടുന്ന കോടതി നൽകുന്ന കൽപ്പനയാണിത്. അപ്പോൾ മാൻഡാമസ് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തത് പ്രൊഹിബിഷനാണ് നോക്കുന്നത്. നിരോധനം. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞത് അധികാര പരിധിക്ക് പുറത്ത് ഒരു നിയമം നടപ്പാക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉന്നത കോടതി കീഴ്ക്കോടതികൾക്കോ മധ്യസ്ഥ കോടതികൾക്കോ നൽകുന്ന ഉത്തരവാണിത്. ഇനി കോവാറൻറ്റോ ആണ് നോക്കുന്നത്. എന്ത് അധികാരത്തിന്മേൽ എന്നാണ് കോവാറൻറ്റോ എന്ന വാക്കിന് അർത്ഥം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ അയാൾ വഹിക്കുന്ന സ്ഥാനത്തിന് അർഹനല്ലെന്ന് കോടതിക്ക് ബോധ്യമാകുന്ന പക്ഷം അയാൾ ആ സ്ഥാനത്തിരുന്ന് കാര്യനിർവഹണം നടത്തുന്നത് നിയന്ത്രിക്കുന്നതിന് കോവാറൻറ്റോ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കേണ്ടത് സെർഷിയോറി എന്താണെന്നാണ്. കീഴ്ക്കോടതിയോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരിയോട് അവിടെ വിചാരണയിലിരിക്കുന്ന കേസിൻ്റെ രേഖകൾ ഉന്നത അധികാരിക്കോ കോടതിക്കോ കൈമാറാൻ ആവശ്യപ്പെടുന്ന കോടതിയുടെ ഉത്തരവാണിത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള